അങ്ങനെ പ്രേക്ഷകർ കാത്തിരുന്ന ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫാമിലി റൗണ്ടിൽ എല്ലാവരും കാത്തിരുന്നത് നമ്മുടെ ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫാമിലിയെ ലാസ്റ്റിലേക്ക് കൊണ്ടുവച്ചത്. എന്തായാലും നമ്മുടെ ജാസ്മിൻ്റെ വാപ്പ വന്നു, ഒരു മാല ഇട്ടു, പകരം ഗബ്രിയുടെ മാല ഊരി വാങ്ങുവാണ്. അതുപോലെ തന്നെ ഗബ്രിയുടെ ഫോട്ടോയും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ജാസ്മിൻ ഇനി ഒറ്റയ്ക്ക് ഗെയിം കളിച്ചാൽ മതി, ഗബ്രിയുടെ ഒരു കാര്യം പറഞ്ഞ് ഗെയിം കളിക്കേണ്ട എന്ന് തന്നെയാണ് ജാസ്മിൻ്റെ വാപ്പ ക്ലിയർ കട്ടായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ടെഡി ബിയർ കൊണ്ടൊന്നുമില്ല, അത് എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ എക്സ് കൊടുത്തതാട്ടോ. എക്സ് എന്ന് പറയാനേ പറ്റൂ ഇപ്പം, കാര്യം അത് ഇപ്പോഴും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. കാര്യം ആൾ തന്നെ പറഞ്ഞിട്ട് പോയി നിർത്തി സ്റ്റോപ്പ് ചെയ്തു തോന്നുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പേര് പറയാനും പാടില്ല. നമുക്ക് അത് പേഴ്സണൽ ലൈഫിൻ്റെ കാര്യമൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാര്യം എനിക്ക് ജാസ്മിൻ്റെ ഗെയിം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, ഫാമിലി അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല. നന്നായിട്ട് ഗെയിം കളിക്കാൻ കാലിബറുള്ളൊരു കുട്ടിയാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കി കളിച്ചാൽ അടിപൊളിയായിരിക്കും. കാര്യം അവൾ ആരെക്കാളും എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ജാസ്മിനാണ്. ജാസ്മിന് ആകെ പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഈ ജാസ്മിൻ ഗബ്രി കോംബോയാണ്. അതൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് പോയേനെ, അടിപൊളിയായിട്ട് ഫ്രണ്ട്ഷിപ്പ്, ട്രൂ ഫ്രണ്ട്ഷിപ്പായിട്ട് പോയിരുന്നെങ്കിൽ. ഇത് അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് അവർ വേറൊരു തലത്തിലേക്ക് പോയതുകൊണ്ടാണ് ഇത്ര നെഗറ്റീവായത്. അതേസമയം അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോണ്ടിങ് ആ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് പോയെങ്കിൽ നമ്മുടെ മണിക്കുട്ടൻ ഒക്കെ ഉള്ള പോലത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ. അതവർക്ക് ആ ഒരു ഗെയിമിലേക്ക് പോകാതെ അവർ മനസ്സ് കൈവിട്ട് പോയെന്ന് നമുക്ക് പറയാം. കാരണം നമുക്ക് ആരുടെ മനസ്സ് എങ്ങനെയാണെന്നൊന്നും പറയാൻ കഴിയില്ല. പല ആളുകളുടെയും ക്യാരക്ടർ പല രീതിയായിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കും ഇവർക്ക് അത് എന്തോ പറ്റി. നമുക്കിപ്പോൾ അത് വീണ്ടും 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 അത് പറഞ്ഞ് അവരെ നമ്മൾ ഒരു മോശക്കാരെന്ന് പറയുന്നത് ഒട്ടും ഇതല്ല. എല്ലാ മനുഷ്യന്മാർക്കും ഒരു അബദ്ധം പറ്റി നമ്മളത് ക്ഷമിക്കുന്നതാണ് മനുഷ്യനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജാസ്മിൻ അത് മനസ്സിലാക്കി ഗെയിം കളിക്കുകയാണെങ്കിൽ അടിപൊളി ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഏതൊരു അച്ഛനും അമ്മയും, മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു അച്ഛനും അമ്മയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും ചെയ്തിരിക്കുന്നത്. കാര്യം അവരുടെ മകൾ നല്ല രീതിയിൽ പോകണം, അവരുടെ മകൾ ഒരിക്കലും നെഗറ്റീവാകാൻ പാടില്ല, തെറ്റുകളെല്ലാം തിരുത്തി ഇനി ശരിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ജാസ്മിൻ ഗബ്രി കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് ജാസ്മിന് നെഗറ്റീവായിട്ടാണ് പോകുന്നത്. അപ്പം അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം ജാസ്മിൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ട്. അത് മാത്രമാണ് അവരുടെ ചെയ്യുന്നതും. എന്തായാലും ഈ ഒരു പ്രോമോയുടെ താഴെ വന്ന കമൻറ്റ്സ് മൊത്തം ഇതുവരെ ജാസ്മിൻ്റെ വാപ്പയെ കുറ്റം പറഞ്ഞ് മൊത്തം ജാസ്മിൻ വാപ്പയ്ക്ക് ഫാനായി മാറിയിരിക്കുകയാണ്. അതാണ് ആ ഒരു കമൻറ്റ് ബോക്സ് മൊത്തം കാണുന്നത്. എന്തായാലും നാളത്തെ ലൈവ്, അതായത് രാവിലെ തൊട്ട് നൈറ്റ് വരെ നാളത്തെ ലൈവ് ഭയങ്കര റേറ്റിംഗ് ആയിരിക്കും, ഉറപ്പാണ് ആ കാര്യത്തിൽ. എന്തായാലും നോക്കാം നാളെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.